ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് വീഡിയോ എടുക്കാൻ തോന്നിയത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ഇട്ടെന്ന് പറഞ്ഞുതരാം. ഒരു തക്കാളി, 2 സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില എല്ലാം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കതൊന്ന് വേവിക്കാൻ വെക്കാം. കുറച്ച് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ വേവിക്കാൻ വെക്കാം. നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഇത് ഞങ്ങളുടെ മുറ്റമാണ്. അപ്പോൾ കുറച്ച് കാറ്റ് കൊണ്ടിട്ട് വരാം. ഇത് വാഴച്ചെടിയോ അങ്ങനെ എന്താണ് ഇതിന് കറക്റ്റ് പേരറിയില്ല. പേരറിയുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോറ് വെക്കാൻ മറന്നുപോയി. അപ്പോൾ ചോറ് വെക്കാം. ചെമ്പെടുത്തിട്ട് കുറച്ച് ഏലക്ക, ഒരു 3-4 കറാമ്പൂ, കറുവാപ്പട്ട നെയ്യിൽ വറുത്തെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ എത്രയാണ് അരി എടുക്കുന്നത് വെച്ചാൽ അത്ര അളവിൽ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും ഉപ്പും ചേർത്ത് പതയ്ക്കാൻ വെക്കാം. ഒന്ന് തിളക്കട്ടെ. നമുക്ക് ചിക്കനൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ വെന്തു. അതിലേക്ക് നമ്മൾ ബിരിയാണിപ്പൊടി, കുറച്ച് ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. ബിരിയാണിപ്പൊടി ഇട്ടിട്ട് കുറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തൈരും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. കട്ടി കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് തൈരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഗ്രേവിയാക്കി മാറ്റുക നന്നായിട്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് പൊരിച്ച സവാള കൂടി ഇട്ട് കൊടുക്കാം. അത് ഒന്ന് മൂടി വെച്ച ശേഷം നമുക്ക് നല്ലൊരു മഴ വരുന്നുണ്ട്. അപ്പോൾ ആര് വന്നു, ബെല്ലിട്ടു. നമ്മളൊന്ന് പുറത്തിറങ്ങിയിട്ട് വരാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ഇടാൻ പോകുന്നു. ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ അരിയാണ് എടുത്തിട്ടുള്ളത്. നല്ല നീളമുള്ള അരിയാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവട്ടെ. ഉപ്പ് നോക്കണേ, നിങ്ങൾ ഉപ്പ് കറക്റ്റാണെന്ന് നോക്കണേ. അപ്പോൾ ഉപ്പിട്ടിട്ട് അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച ശേഷം നമുക്ക് വീണ്ടും ചിക്കനിലോട്ട് പോകാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ പൊടിയും അതൊക്കെ നന്നായിട്ട് പച്ചപ്പൊക്കെ മാറി നല്ല വെന്തിട്ടുണ്ട്. അപ്പം നമുക്ക് തീ ഓഫാക്കിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ചിക്കനിൻ്റെ മേലെ നമുക്ക് ചോറിട്ട ശേഷം കുറച്ച് സവാള തൂവി കൊടുക്കാം. പൊരിച്ച സവാള. വീണ്ടും നമുക്ക് ഓരോരോ ലെയർ ചെയ്ത് പോകാവുന്നതാണ്. സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ശേഷം നമുക്ക് ഒന്ന് കുക്കറിൻ്റെ മൂട്ടിട്ട് നല്ലപോലെ ആവി കയറ്റാം. നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണേ.